ആലപ്പുഴയിൽ 1,00,000-ലേറെ പക്ഷികളെ കൊല്ലും. പ്രതിരോധം തുടങ്ങാൻ വൈകിയെന്ന് വിമർശനം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലയിലെയും അതിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിലെയും വളർത്തു പക്ഷികളെ ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി കൊന്നൊടുക്കും. ജില്ലയിലാകെ 58,526 പക്ഷികളെയാണ് 2 ദിവസത്തിനകം കൊല്ലുക. ഇതോടെ ജില്ലയിൽ പക്ഷിപ്പനി മൂലം കൊന്നൊടുക്കുന്ന പക്ഷികളുടെ എണ്ണം 1.5 ലക്ഷം കടക്കും. രോഗം സ്ഥിരീകരിച്ച് 3 ദിവസം കഴിഞ്ഞാണ് പക്ഷിപ്പനി പ്രതിരോധം തുടങ്ങുന്നതെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചാലുടൻ പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കിയില്ലെന്നാണ് കർഷകർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. പക്ഷിപ്പനി വൈറസിന് ജനിതക വ്യതിയാനം സംഭവിച്ചതിനൊപ്പം കള്ളിങ് വൈകുന്നതും രോഗവ്യാപനം കൂടിയിട്ടുണ്ടെന്നാണ് വിമർശനമുയരുന്നത്. സംസ്ഥാനത്ത് മുൻകാലങ്ങളിൽ താറാവുകൾക്ക് മാത്രമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നത്. ഇപ്പോഴത് കോഴികളിൽ വ്യാപകമായി. കാക്കയ്ക്കും കൊക്കിനും പരുന്തിനും വരെ രോഗം കണ്ടെത്തിയിട്ടും മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പും വേണ്ടത്ര ഗൗരവം കൊടുത്തില്ലെന്നും വിമർശനമുയരുന്നുണ്ട്. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതാണെന്ന മുന്നറിയിപ്പ് മാത്രമാണ് ആരോഗ്യവകുപ്പ് നൽകിയത്. ജില്ലയിൽ ഇതുവരെ 25 കേന്ദ്രങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചേന്നംപള്ളിപ്പുറത്തെ 2ഉം കഞ്ഞിക്കുഴി, കടക്കരപ്പള്ളി എന്നിടങ്ങളിലെ ഓരോ സാമ്പിളുകളുടെയും പരിശോധനാ ഫലം ഇനിയും വരാനുണ്ട്. കൂടുതൽ പക്ഷികളെ കൊല്ലുന്നത് പള്ളിപ്പുറത്ത്. ചേന്നംപള്ളിപ്പുറം പഞ്ചായത്ത് മേഖലയിലാണ് കൂടുതൽ പക്ഷികളെ കൊല്ലുക, 34,033. ഇതിലേറെയും ഇറച്ചിക്കോഴികളാണ്. ഇവിടുത്തെ 4 ഇടത്താണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂർ സർക്കാർ ഹാച്ചറിയിലെ കോഴികളും കാടകളും ഉൾപ്പെടെ 11,000 പക്ഷികളെ കൊല്ലും. തണ്ണീർമുക്കം 9,544, ചേർത്തല നഗരസഭ 302, ചെങ്ങന്നൂർ നഗരസഭ 385, തൈക്കാട്ടുശ്ശേരി 45, വയലാർ 283, മാരാരിക്കുളം 1,891, പുലിയൂർ 842, ആല 201 എന്നിങ്ങനെയാണ് കൊല്ലുന്ന പക്ഷികളുടെ എണ്ണം. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് നടപടി. എന്നാൽ ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ ആളെ തിരക്കി ഇറങ്ങിയിട്ടും കിട്ടാത്ത സ്ഥിതിയുണ്ട്. കള്ളിങ് കഴിഞ്ഞാൽ 10 ദിവസം ക്വാറന്റീനിൽ കഴിയണമെന്നതാണ് കാരണം.